ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മളൊരു ചെണ്ടുമല്ലിക തോട്ടത്തിൻ്റെ റിസൾട്ട് കാണിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വെച്ചാൽ എടക്കര പഞ്ചായത്തിലെ മണക്കാട് എന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ കൂടെ സൽമാൻ സാറുണ്ട്. അപ്പോൾ സൽമാൻ സാർ, എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത്? ഇതിൻ്റെ റിസൾട്ട് മാനക റിസൾട്ടാണ്. അതുപോലെ നമ്മളെ ഈ എടക്കര പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി മാഡത്തിൻ്റെ കൃഷിത്തോട്ടത്തിലാണ് നമ്മളുള്ളത്. അവർ ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്രാവശ്യം പൂക്കൃഷി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ 2 ഘട്ടമായിട്ട് സ്പ്രേയിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടരോഗം വന്നിരുന്നു, ഒരുപാട് ചെടികൾക്ക് നല്ല കേടുകൾ പറ്റിയിരുന്നു. അതുപോലെ ഇലക്കേട് ഉണ്ടായിരുന്നു വാടവലികൾക്കൊക്കെ. അതിന് നമ്മൾ മരുന്ന് കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ ഇലക്കേടൊക്കെ മാറി വാട്ടരോഗം മറ്റു ഇടങ്ങളിലേക്ക് വ്യാപിക്കാതെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിരോധം കൂട്ടുകയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ നല്ല കരുത്തോടെ നല്ല ഫ്ലവറിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇപ്പോൾ ഒരാഴ്ച ശേഷിക്ക് ഇവിടെ നല്ല റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള വലിയ ബേഡ്സൊക്കെ എന്തായാലും ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് വിരിയും. അപ്പോൾ നമ്മൾ തിരുവോണത്തിൻ്റെ തലേന്ന് നമ്മളിത് വിളവെടുപ്പുണ്ട്. നല്ല റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഫ്ലവറിങ് കാര്യങ്ങളൊക്കെ. എത്ര വാടമല്ലി ഒന്ന് കാണിക്കും. വാടാമല്ലി തന്നെ 2 ടൈപ്പ് കളറിൽ നല്ല ഇലക്കേടിൽ ഇവിടെ 2 തരത്തിലുള്ള ചെണ്ടുമല്ലി ഉണ്ട്. ഓറഞ്ചും ഉണ്ട്, മഞ്ഞ കളറിലുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലവറിങ് നടന്നിട്ടുണ്ട്. അത് പിന്നെ അപ്പുറത്തുള്ളത് ഇത് വേറെ വിഭാഗത്തിൽപ്പെട്ട ചെണ്ടുമല്ലിക്കാണ്. സാറേ, നമ്മളിവിടെ വരുമ്പോൾ ഇതെങ്ങനെയായിരുന്നു? ദയനീയ അവസ്ഥയായിരുന്നു. അവർ ആശങ്ക ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത്. അതായത് തുടക്കത്തിൽ ഇത് നമ്മൾ തുടക്കത്തിൽ നമുക്കിതിന് പ്രാരംഭഘട്ടം മുതൽ നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഘട്ടം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടതിന് ശേഷമാണ്, 1 മാസം 10 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ വരുന്നതും. അപ്പൊ സാറ് പോലെ ഈ പ്രശ്നം ഈ വാട്ടം കണ്ടിട്ടാണ് നിങ്ങൾ വിളിച്ചത്? വാട്ടം ഉണ്ടായിട്ടാണ്. ഒരു വാട്ടത്തിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്, നമ്മളെ സമീപിച്ചത്. അപ്പൊ അതിന്റെ പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു. സാർ, ഇതിൽ വാട്ടം ഇങ്ങനെ റീകവർ ആയിട്ട് നല്ല വാട്ടം റീകവർ ആയത് ഏതെങ്കിലും ഉണ്ടോ? റിക്കവർ ആയിട്ടുണ്ട്. ആ ഭാഗത്തുണ്ട്. നല്ലപോലെ പൂ പിടിച്ചിട്ടുണ്ട്. സാറേ, നല്ല വാട്ടം വന്നതൊന്ന് റീകവർ ചെയ്ത് കാണിച്ചു തരുമോ? ഈ ഏരിയയിലായിരുന്നു നല്ല വാട്ടം. പിന്നെ അപ്പുറത്താണ് ഇതൊക്കെ നല്ല ക്ഷീണിച്ച ഒരു ഇതായിരുന്നു. അതൊക്കെ തിരിച്ചൊന്നും മാത്രമല്ല, ഇതൊക്കെ നല്ല വാട്ടം പൂർണ്ണമായിട്ട് ചീഞ്ഞതായിരുന്നു. ഇതൊക്കെ അതിന്റെ ബാക്കി ശേഷിക്കുന്നതൊക്കെ നല്ല വന്നിട്ടുണ്ട്. ഇതിന് മെയിൻ ആയിട്ട് വന്നത് മാറിയിലുപരി ഇത് കൂടുതൽ ഏരിയകൾക്ക് പടർന്നു, സ്പ്രെഡ് ആയിട്ടില്ല. അതാണ് നമ്മളിന്റെ മെയിൻ ആയിട്ടുള്ള റിസൾട്ട്. ഈ രീതിയിൽ നല്ല പോലെ പൂ നമുക്ക് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലുപ്പം കണ്ടില്ലേ? ഈ രീതിയിൽ നമുക്ക് അവര് നമ്മളെ പ്രൊഡക്റ്റിലും കാര്യത്തിലും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അതിൻ്റെ സന്തോഷമുണ്ട്. ഓരോ കർഷകൻ്റെയും സന്തോഷമാണല്ലോ നമ്മളുടെ സന്തോഷം. നല്ല ആത്മസംതൃപ്തിയുള്ള റിസൾട്ടോട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ഒട്ടുമിക്ക എല്ലാ കൃഷികൾക്കും നമുക്ക് അനുയോജ്യമായ പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ തെങ്ങിനായാലും കവുങ്ങിനായാലും കുരുമുളകിനായാലും റബ്ബറിനായാലും ഒക്കെ നമ്മൾ നല്ല റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യ ഗ്രൗണ്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അമേസിങ് റിസൾട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാനും നമ്മൾ ആയിട്ട് സമീപിക്കുക. നമ്മൾ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.